സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് സർക്കാർ നീക്കം നടത്തിയത്. ഇത് കോടതി ലക്ഷ്യമാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, അവസാന നിമിഷം അങ്ങനെ തട്ടിക്കൂട്ടി എല്ലാവരും സ്ഥിരപ്പെടുത്താമെന്നുള്ള നീക്കത്തിന് ഇപ്പോൾ തടയിടപ്പെട്ടിരിക്കുന്നു. ഹർജിയിൽ കോടതി ലക്ഷ്യമടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നോ ബിനിൽ? പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സർക്കാർ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തുകയായിരുന്നു. ഇതിന് മേൽ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, ആ ഒരു നീക്കമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമായിട്ടുണ്ടായിരുന്നത്, നേരത്തെ തന്നെ ഹൈക്കോടതി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം മാത്രമേ ജീവനക്കാരെ തിരഞ്ഞെടുക്കാനും നിയമനം നൽകാനും പാടുള്ളൂ എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. പക്ഷേ അതിന് വിരുദ്ധമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് കോടതി അലക്ഷ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി കോടതിയിലെത്തിയത്. അങ്ങനെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തടഞ്ഞുകൊണ്ടുള്ള നിർണായകമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന. ബിനിലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.